Hello, this is Dr. Abbas Otoli, Assistant Professor, Amal College of Advanced Studies, Nilambu. Second semester BBA fourth module the second part issue of debentures മായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ വീഡിയോ ആണ് ഇന്ന്. കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സോഴ്സുകൾ ഉപയോഗിക്കും. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ എന്നിങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്നായിട്ട് കമ്പനിക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് കമ്പനി ബോറോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. അതെന്ത് ചെയ്യണം, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ അത് റീപേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ അതിന് പീരിയോഡിക് ആയിട്ട് ഇൻട്രസ്റ്റും കൊടുക്കണം. ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എവിഡൻസ് ഓഫ് ലോൺ. നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കടമായിട്ട് വാങ്ങിയതിൻ്റെ ഒരു പ്രൂഫാണ്, സർട്ടിഫിക്കറ്റാണ് ഡിബഞ്ചർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഡ്യൂ ഡേറ്റിലും കൊടുക്കണം. അതുപോലെ ഇത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ കളക്ട് ചെയ്ത ഒറിജിനൽ സം അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അതിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് സാധാരണഗതിയിൽ ഇതിനെ നമുക്ക് എക്സ്ചേഞ്ച് വഴി ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യാൻ പറ്റും. ഷെയർ പോലെ തന്നെ ഡിബഞ്ചറും ബോണ്ട് മാർക്കറ്റിൽ, ഡെപ്റ്റ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യാം, വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യാം, ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽസ്. ഇനി ഡിബഞ്ചറും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഓണേഴ്സ് എന്നാണ് പറയുക. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കൺട്രോൾ എന്ത് ചെയ്യുന്നത്, ഡയല്യൂട്ട് ആവുന്നില്ല. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ കൺട്രോളിൽ ഡയലൂഷൻ സംഭവിക്കും. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു ഫിക്സഡ് പ്രീഡിറ്റർമിൻ റേറ്റിനാണ് കൊടുക്കുന്നത്. അതേസമയത്ത് ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് വേരിയബിൾ റേറ്റിലായിരിക്കും. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റിലേക്കുള്ള ഒരു ചാർജ് ഓഫ് ആണ്. അതേസമയത്ത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ്. ഡിബഞ്ചർ ഒരിക്കലും നമുക്ക് നോൺ പേയ്മെൻറ്റ് കാരണം ഫോർഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഷെയർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി, കോൾ മണി ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സ് ആണ്. സെക്യൂരിറ്റി, കൺവേർട്ടബിലിറ്റി, പെർമനൻസ്, നെഗോഷ്യബിലിറ്റി, പ്രയോറിറ്റി, ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഡിബഞ്ചറുകളെ ക്ലാസിഫൈ ചെയ്യാം. സെക്യൂരിറ്റിയുടെ ബേസിൽ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്, നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ അസറ്റുകളിലേക്ക് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ഡിബഞ്ചർ നമ്മൾ റീപേയ്മെൻറ്റ് നടത്താതിരുന്നാൽ അവർക്ക് അസറ്റ് റിയലൈസ് ചെയ്തിട്ട് അവരുടെ എമൗണ്ട് വസൂലാക്കാൻ പറ്റുമെങ്കിൽ അതിനെ സെക്യൂർ ഡിബഞ്ചേഴ്സ് എന്നും, അങ്ങനെ ഒരു പ്രത്യേക സെക്യൂരിറ്റിയോ പ്രത്യേക ചാർജോ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ അൺസെക്യൂർഡ് അല്ലെങ്കിൽ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നും പറയും. അതുപോലെ കൺവേർട്ടബിലിറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിബഞ്ചറിനെ ഭാവിയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ടബിൾ എന്നും, അത്തരം ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്നും പറയും. പെർമനൻസ്, ഈ ഡിബഞ്ചേഴ്സ് ഒരു സമയം കഴിഞ്ഞാൽ തിരിച്ചടക്കണം എന്നതിൻ്റെ ടേംസ് ഓഫ് ഇഷ്യൂവിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് റെഡീമബിൾ എന്നും, അത്തരം തിരിച്ചടക്കുന്നതിൻ്റെ ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഡിബഞ്ചറിൽ പറയുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുക. ഇനി നെഗോഷ്യബിലിറ്റി, രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേര് രജിസ്ട്രാർ ഓഫ് ഡിബഞ്ചേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ഇതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്നും, അങ്ങനെ പ്രത്യേകിച്ച് പേര് രജിസ്ട്രാർ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ബിയറർ ഡിബഞ്ചേഴ്സ് എന്നും പറയും. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ബിയർ ഡിബഞ്ചേഴ്സ് വളരെ ഈസി ആയിട്ട് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നെഗോഷ്യബിൾ ആണ്. ഇനി പ്രയോറിറ്റിയുടെ ബേസിൽ അഥവാ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ്, അഥവാ കമ്പനി ഡെസൊല്യൂഷൻ്റെ സമയത്ത്
ഫസ്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യേണ്ട ഡിബഞ്ചറുകളാണ് ഫസ്റ്റ് മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മോർഗേജ് കഴിഞ്ഞിട്ട് പിന്നീട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിബഞ്ചറുകളാണ് സെക്കൻഡ് മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് എൻട്രീസ് ആണ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 6 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. ദെൻ രണ്ടാമത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീമബിൾ അറ്റ് പാർ. മൂന്നാമത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീമബിൾ അറ്റ് പാർ. അഥവാ നമുക്ക് ഡിബഞ്ചർ എന്ത് ചെയ്യാം, അറ്റ് പാറിൽ റെഡീം ചെയ്യാം, അതുപോലെ പ്രീമിയത്തിലും റെഡീം ചെയ്യാനാണ്. അപ്പോൾ 3 കേസിലും റെഡീം ചെയ്യുന്നത് അറ്റ് പാറാണ്. അറ്റ് പാർ മീൻസ് ഫേസ് വാല്യൂവിലാണ് റെഡീം ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 3 സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്യൂഡ് അറ്റ് പാർ റെഡീമബിൾ അറ്റ് പ്രീമിയം, രണ്ടാമത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റെഡീമബിൾ അറ്റ് പ്രീമിയം, ദെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീമബിൾ അറ്റ് പ്രീമിയം. അഥവാ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ എല്ലായിടത്തും റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, ഇഷ്യൂ ചെയ്യുന്നത് പാറ് ആണ്, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡിബഞ്ചർ ഒരിക്കലും ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാറില്ല, റെഡീം ചെയ്യാറില്ല. റെഡീം ചെയ്യുന്നത് ഒന്നുകിൽ പാർ വാല്യൂവിൽ അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും. ഇഷ്യൂ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പാർ, ഡിസ്കൗണ്ട്, പ്രീമിയം വരും. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം ഓരോ കേസ്. ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ മണി വാങ്ങുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് എഴുതും. ദെൻ ആ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇതിനെ നമുക്ക് സെക്കൻഡ് കേസിൽ ഈ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, റെഡീമബിൾ അറ്റ് പാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ എഴുതിയ പോലെ തന്നെ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ എഴുതും. അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ ആണെങ്കിൽ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 100 രൂപ വരും. നമുക്ക് കിട്ടിയ പൈസ 90 ആണെങ്കിൽ അത് അപ്ലിക്കേഷൻ അക്കൗണ്ട് കൊടുത്ത് എഴുതും. ഡിസ്കൗണ്ട് 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് എന്നിട്ട് 10 എഴുതും. അപ്പോൾ 90, 10, 100 എന്ന രീതിയിൽ എൻട്രി എഴുതും. മൂന്നാമത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എഴുതും. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഫേസ് വാല്യൂ ചെയ്യും, ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നിട്ട് പ്രീമിയം ആയിട്ട് കിട്ടിയ പൈസ ഇവിടെ എഴുതും. അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 110 ഇഷ്യൂ ചെയ്യുമ്പോൾ 110 രൂപ നമ്മൾ റിസീവ് ചെയ്യും. അതിൽ 100 രൂപ ഡിബഞ്ചർ ക്യാപിറ്റലിലേക്കും 10 രൂപ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി നാലാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് പാർ റെഡീമബിൾ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ, ദെൻ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് ആ പ്രീമിയത്തിന് നമ്മുടെ ഒരു ലോസ് ആണ്. റെഡീം ചെയ്യുമ്പോൾ നമ്മൾ 100 രൂപയുടെ ഇഷ്യൂ ചെയ്ത സാധനം 110 രൂപ തിരിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രീമിയം നമ്മുടെ ലോസ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം എന്നൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും, അലോട്ട്മെന്റ് മണിയുടെ സമയത്ത് ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഈ ലോസ് എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ സമയത്ത് കൊടുക്കാൻ പറയുന്ന പ്രീമിയമാണ്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ, ടു ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയത്തിലേക്ക് ഈ ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നീട് റിഡംഷൻ സമയത്ത് കൊടുക്കുന്ന പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നത്. ദെൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതിൽ 2 എമൗണ്ടുകൾ വരും. ഒന്ന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ വരുന്ന ലോസ്, 2 റിഡംഷന് സമയത്ത് പ്രീമിയം കൊടുക്കുമ്പോഴുള്ള ലോസ്. ഇത് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്യണം. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ടു ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം മാത്രം ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. അത് നമ്മൾ ബാങ്കിൽ മൊത്തം എമൗണ്ട് പിന്നെ റിസീവ് ചെയ്യും. അലോട്ട്മെന്റ് സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്നിട്ട് റിസീവ് ചെയ്യും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തതും അതുപോലെ ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രി എന്നുള്ള സിറ്റുവേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും റെഡീമബിൾ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. അഗ്രോടെക് ലിമിറ്റഡ്
150 ലക്ഷം 9% ഡിബഞ്ചേഴ്സ് 100 രൂപയുടേത് ഡിസ്കൗണ്ട് 6% ഇഷ്യൂ ചെയ്തു. ഇനി പ്രീമിയം 5% അതെന്ത് ചെയ്യും വേണം, റെഡീം ചെയ്യണം. അപ്പോൾ 100 രൂപയുടേത് 6% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 94 രൂപയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അതിന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 100 രൂപയുടെ 5% കൂട്ടിയിട്ട് 105 എന്ത് ചെയ്യണം, റെഡീം ചെയ്യണം. അതിൽ പൈസ കിട്ടിയിട്ടുള്ള 50 രൂപ അപ്ലിക്കേഷൻ സമയത്തും 44 രൂപ അലോട്ട്മെന്റ് സമയത്ത് കിട്ടിയില്ല. 50 44 ആയി 94 ആയി. ആ 94 രൂപ അത്രയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻട്രി എഴുതേണ്ട ഫസ്റ്റ് അപ്ലിക്കേഷൻ സമയത്ത് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 150 × 50, അപ്പോൾ 7500 ലക്ഷം എന്ന് കിട്ടും. അത് എൻട്രി എഴുതി. ദെൻ ഈ അപ്ലിക്കേഷൻ നമ്മൾ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഡിബഞ്ചർ അപ്ലിക്കേഷൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 7500 അപ്ലിക്കേഷൻ എമൗണ്ടിനെ നമ്മൾ ഡിബഞ്ചർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ദെൻ അലോട്ട്മെന്റ് മണിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 150 × 44. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ടോട്ടൽ ലോസ് ആണ് ഇവിടെ എഴുതേണ്ടത്. 6 രൂപ ഡിസ്കൗണ്ടും കൊടുക്കണം, 5 രൂപ പ്രീമിയം കൊടുക്കണം. അപ്പോൾ 11 രൂപ ടോട്ടൽ ലോസ് വരും. 150 × 11 ഈ 1650 എന്ന് പറയുന്നത് ഒക്കെ ലക്ഷത്തിലാണത്. ടു 9% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതേണ്ടത്, 7500 രൂപ എഴുതണം. ഈ 6600ഉം ഇത് 44 രൂപ വെച്ചിട്ട് ഇവിടെ 6 രൂപ 7500 കൊണ്ട് വരും. ദെൻ ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം മാത്രം 750 ഇവിടെ എഴുതണം. ഡിബഞ്ചർ റിഡംഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ 150 × 5 ആണത്, 750 ഇവിടെ എഴുതണം. എന്നിട്ട് അലോട്ട്മെന്റ് മണി കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്നിട്ട് ഈ 6600 രൂപയാണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്. രണ്ടും നമ്മുടെ ലോസ് ആണ്. അതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ എന്നിട്ട് ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ റെഡീം ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോൾ വരുന്ന ലോസ് ആണത്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പ്രീമിയം എമൗണ്ട്. ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോസിന്റെ എമൗണ്ടും ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതേണ്ടത്. ഇനി ഡിബഞ്ചർ ചില കേസിൽ ക്യാഷിനല്ലാതെ ഇഷ്യൂ ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. അതിൻ്റെ ഒരു ജേർണൽ എൻട്രീസ് ആണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, അസറ്റും ലാബിലിറ്റീസും ആയിട്ട് വേറൊരു കമ്പനിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്ന അസറ്റുകൾ ടു സെൻട്രി ലാബിലിറ്റീസ്, അതിന് പകരം നമ്മൾ ലാബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ടു സെൻട്രി ലാബിലിറ്റീസ് അക്കൗണ്ട്, ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റും ലാബിലിറ്റിയും കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ടു വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. അഥവാ ബിസിനസ് ഏറ്റെടുക്കുന്ന കേസാണ്, അതിന് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. ദെൻ ഈ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നിട്ട് പൈസ കൊടുക്കുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്യും, വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അവർക്ക് ഈ അസറ്റിന് എഗനിസ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള പൈസക്ക് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള ഒരു ചാർജ് ആണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം. അത് എപ്പോഴും കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഏതിലാണ്, ഫേസ് വാല്യൂമലാണ്, അതിന് നോമിനൽ വാല്യൂമലാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണത് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ഡിഡക്റ്റിബിൾ ആണ്. നമ്മുടെ ടാക്സ് കൊടുക്കേണ്ട പ്രോഫിറ്റിൽ നിന്ന് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലെസ് ചെയ്യാൻ പറ്റും. അതൊരു ഡിഡക്റ്റിബിൾ എക്സ്പെൻസ് ആണ് ശരിക്ക്. അതുകൊണ്ട് ഇൻകം ടാക്സിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ്. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു TDS പേയബിൾ ടു ബാങ്ക്. അതിന്മേൽ ഡിഡക്റ്റ് ചെയ്യുന്ന TDS പേയബിൾ അക്കൗണ്ടിലേക്ക് മാറ്റണം. ബാക്കി എമൗണ്ട് അഥവാ ഈ ടാക്സ് കഴിച്ചുള്ള ബാക്കി എമൗണ്ട് ബാങ്കിലേക്ക് ക്രെഡിറ്റ് കൊടുക്കും. ദെൻ ഈ TDS പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് ഗവൺമെന്റിലേക്ക് അടക്കണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇൻട്രസ്റ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജും ചെയ്യണം. സോ ഇത്രയാണ് വളരെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.